നമസ്കാരം. നമ്മുടെ 12 ആഗോള ഭാഷകളിലുമുള്ള എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. അഖണ്ഡ ജ്യോതിയിൽ നിന്നും, പ്രത്യേകിച്ച് പ്രജ്ഞാപുരാണത്തിൽ നിന്നുമുള്ള വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ പഠനമാണിത്. വരൂ, നമുക്കൊരുമിച്ച് ഈ വലിയ അറിവിന്റെ ലോകത്തേക്ക് യാത്ര ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വേദനയുടെ പശ്ചാത്തലം, സ്വാർത്ഥതയും അഹങ്കാരവും, ദുരാഗ്രഹത്തിന്റെ കെണി, അഹങ്കാരവും ധൃതിയും, യഥാർത്ഥ ആത്മീയത, പിന്നെ അവസാന സംഗ്രഹം. മനുഷ്യന്റെ അഹങ്കാരമുണ്ടാക്കുന്ന ഇരുട്ടിൽ നിന്ന് മാറി യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു അടിപൊളി യാത്രയാണിത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, വേദനയുടെ പശ്ചാത്തലം. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് നാം ആദ്യം തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? ആശ്വലായന മഹർഷി ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ദൈവം എല്ലാ മനുഷ്യരെയും തുല്യരായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ സ്വന്തം സ്വാർത്ഥതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർ മനുഷ്യമൃഗങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദൈവം നമുക്കെല്ലാവർക്കും തുല്യാവസരങ്ങൾ തന്നു. പക്ഷെ നമ്മൾ സ്വാർത്ഥത കാണിച്ച് നമ്മെ തന്നെ തരം താഴ്ത്തുമ്പോൾ നമ്മൾ വെറും ഒറ്റപ്പെട്ട മനുഷ്യമൃഗങ്ങളായി മാറുകയാണ്. എത്ര വാസ്തവമാണത്! നമ്മുടെ ഈ പഠനത്തിന് പൂർണ്ണമായ ആധികാരികത നൽകാൻ ആത്മാവ് നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ആ യഥാർത്ഥ സംസ്കൃത ശ്ലോകം ഇവിടെ കാണാം. സാർവത്രിക സത്യത്തിന്റെ പുരാതന വേരുകൾ ഇതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം, സ്വാർത്ഥതയും അഹങ്കാരവും. ഇതൊരു ഒന്നാന്തരം ഈഗോ ഗണിയാണ് കേട്ടോ. അഹംഭാവം എങ്ങനെയാണ് നമ്മെ അന്ധരാക്കുന്നതെന്ന് നോക്കാം. ദൈവം നൽകിയ തുല്യത മനുഷ്യൻ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഐക്യത്തോടെ നിന്ന പാണ്ഡവരും വെറും അഹങ്കാരം മാത്രം കൈമുതലായുള്ള കൗരവരും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി നമുക്കിത് മനസ്സിലാക്കാൻ. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ അഹങ്കാരത്തിന്റെ എത്ര വലിയ ശക്തിയെയും എളുപ്പത്തിൽ തകർത്തെറിയുമെന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട വലിയ പാഠം. ഒരു ചെറിയ കാടപ്പക്ഷിയും അവളുടെ സുഹൃത്തുക്കളും ചേർന്ന് വലിയൊരു അഹങ്കാരിയായ ആനയെ തോൽപ്പിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാടപ്പക്ഷിയുടെ അപേക്ഷ ആന അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞു. എന്നാൽ തവളയും കാക്കയും ഈച്ചയും ആ കാടപ്പക്ഷിക്കൊപ്പം ഒന്നിച്ചപ്പോൾ ആ വലിയ ആനയ്ക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഐക്യം കൊണ്ട് ഏതു വലിയ അഹങ്കാരത്തെയും തകർക്കാം എന്നത് എത്ര മനോഹരമായാണിതിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, ദുരാഗ്രഹത്തിന്റെ കെണി. നമ്മളെപ്പോഴും കാണുന്ന ഒന്നാണിത്, സമ്പാദിച്ചു കൂട്ടാനുള്ള ആവേശവും ധൃതിയും. പ്രകൃതിവിരുദ്ധമായ അത്യാഗ്രഹം എത്രത്തോളം വിനാശകരമാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രകൃതിയുടെ പരിമിതികൾക്കപ്പുറം ചിന്തിച്ചാൽ എന്താകും അവസ്ഥ? വിവാഹം കഴിക്കാൻ ഒരു പർവ്വതത്തെ അന്വേഷിച്ചു പോയ എലിയുടെ കഥയും, സ്വാർത്ഥത മൂലം കെട്ടിക്കിടന്ന് ഒടുവിൽ ദുർഗന്ധം വമിക്കുന്ന കുളത്തിന്റെ കഥയുമൊക്കെ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത്, ആവശ്യമില്ലാതെ സമ്പത്ത് പൂഴ്ത്തിവെക്കുന്നത് ആഴത്തിലുള്ള ദുരിതവും ആത്മീയ സ്തംഭനാവസ്ഥയും മാത്രമേ ഉണ്ടാക്കൂ. വെറും അന്ധമായ സമ്പത്തൊരിക്കലും പുണ്യത്തെ തേടിപ്പോകുന്നില്ല. ലളിതമായ സംതൃപ്തിയും പ്രകൃതിവിരുദ്ധമായ അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. കൂടുതൽ പണമുണ്ടാക്കാൻ അധികമായി കൈകൾ വേണമെന്നാഗ്രഹിച്ച ആ ഇരുതലയുള്ള നീത്തുകാരനെയും ഒറ്റയടിക്ക് വലിയ പണക്കാരനാകാൻ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കൊന്ന ഉടമയെയും ഓർമ്മയുണ്ടോ? അവർ എങ്ങനെയാണ് പെട്ടെന്നുള്ള നാശത്തിലേക്ക് വീണതെന്ന് നോക്കൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് വലിയ സമാധാനം കൊണ്ടുവരുമ്പോൾ അത്യാഗ്രഹം പെട്ടെന്നുള്ള വിനാശത്തിലേക്കാണ് നമ്മെ വലിച്ചെറിയുന്നത്. അടുത്തതായി നാലാമത്തെ വിഷയം നോക്കാം, അഹങ്കാരവും ധൃതിയും. പ്രത്യേകിച്ച് നേതാക്കളുടെ പതനം. നേതൃത്വസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അഹങ്കാരവും ധൃതിയും വന്നാൽ പരാജയം 100% ഉറപ്പാണ്. താൻ തൊടുന്നതെല്ലാം സ്വർണമാകണം എന്ന് അത്യാഗ്രഹം പിടിച്ച മിഡാസ് രാജാവിനെയും ഗന്ധർവന്മാരെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് തീരെ വകവയ്ക്കാത്ത ദുര്യോധനെയും നമ്മൾ കണ്ടതാണ്. അമിതമായ ആഗ്രഹം നമ്മെ എങ്ങനെ അന്ധരാക്കുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണവർ. അഹങ്കാരം നമ്മുടെ മുൻകാല പുണ്യങ്ങളെല്ലാം നശിപ്പിക്കുക മാത്രമല്ല, കൺമുന്നിലുള്ള അപകടങ്ങളെപ്പോലും കാണാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈയൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. യഥാർത്ഥ ആത്മീയ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്ന ആളുകളുടെ ആഴത്തിലുള്ള വേദനയെ ഈ ഹിന്ദി ഗ്രന്ഥഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ശരിക്കും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ചരിത്രത്തിൽ നിന്ന് വളരെ രസകരമായ ഉദാഹരണം പറയാം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കഥ. അഹങ്കാരം കൊണ്ട് ആദ്യ ദിവസം തന്നെ അദ്ദേഹം തലസ്ഥാനം ദൗലതാബാദിലേക്ക് മാറ്റി. 6-ാം മാസത്തിൽ വെള്ളിക്ക് പകരം ചെമ്പ് നാണയങ്ങൾ കൊണ്ടുവന്നു. 1 വർഷം തികയുമ്പോഴേക്കും എന്തായി അവസ്ഥ? സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ച, ജനങ്ങളുടെ പലായനം. വെറുമൊരു അഹങ്കാരം എത്ര വേഗത്തിലാണ് ഒരു വലിയ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? അപ്പോൾ 5ാമത്തെ വിഷയം, യഥാർത്ഥ ആത്മീയത. നമ്മൾ ഇതുവരെ കണ്ട ഈ വലിയ വേദനകൾക്കൊക്കെ എളിമ എന്ന ഒറ്റമൂലിയാണ് യഥാർത്ഥ പരിഹാരം എന്ന് ഈ ഗ്രന്ഥം നിർദ്ദേശിക്കുന്നു. സംയമനമില്ലാത്തതുകൊണ്ട് സ്വന്തം സ്വർഗം നഷ്ടപ്പെട്ട ദേവന്മാരായാലും ഒന്നുമറിയാത്ത മൂങ്ങകളോട് സത്യം വിളിച്ചു പറയുന്ന ഹംസങ്ങളായാലും ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം ഒന്നുമാത്രം:
യഥാർത്ഥ ശക്തി എപ്പോഴും വിനയത്തിലും സംയമനത്തിലുമാണ് ഇരിക്കുന്നത്. വെറുതെ അത്ഭുതങ്ങൾ കാണിച്ച ആളുകളെ മയക്കുന്നത് വെറും അഹങ്കാരമാണ്. യഥാർത്ഥ ഭക്തി എപ്പോഴും ലാളിത്യത്തെയും വിശുദ്ധിയെയുമാണ് വിലമതിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിന്തിപ്പിക്കുന്നൊരു കഥയാണിത്. വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുമെന്ന് ഹസൻ വല്ലാതെ അഹങ്കരിച്ചപ്പോൾ റാബിയ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതെങ്ങനെയാണ്? മത്സ്യങ്ങളും ഈച്ചകളും ഇതേ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് യഥാർത്ഥ എളിമ കണ്ടെത്താൻ ശ്രമിക്കൂ. കണ്ടോ, ആത്മീയ ശക്തികൾ പ്രകടിപ്പിക്കുന്നത് അഹങ്കാരത്തിന്റെ വെറുമൊരു കിണി മാത്രമാണ്. യഥാർത്ഥ അന്വേഷകർ എപ്പോഴും തികഞ്ഞ എളിമയുള്ളവരായിരിക്കും എന്ന് ഈ ഭാഗം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി ഈ ഉദ്ധരണി ശ്രദ്ധിക്കൂ. ശ്രീകൃഷ്ണൻ രാജകീയ വിരുന്നുകളേക്കാൾ വിതുരരുടെ വേവിച്ച ലളിതമായ പച്ചക്കറികൾ സ്വീകരിച്ചു. പ്രകടനങ്ങളേക്കാൾ വലുത് ഭക്തിയാണെന്ന് തെളിയിക്കുന്നു. അതെ, രാജാക്കന്മാരുടെ അഹങ്കാരം നിറഞ്ഞ ആ വലിയ വിരുന്നുകളേക്കാൾ വിതുരരുടെ ശുദ്ധവും ലളിതവുമായ സ്നേഹത്തിനാണ് ശ്രീകൃഷ്ണൻ മുൻഗണന നൽകിയത്. യഥാർത്ഥ എളിമയ്ക്ക് ഇതിലും മികച്ച മറ്റൊരു ഉദാഹരണമില്ല. അങ്ങനെ നാം ആറാമത്തെയും അവസാനത്തെയും വിഷയത്തിലെത്തിയിരിക്കുന്നു: ജ്ഞാനത്തിന്റെ പ്രകാശം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ച് ഈ യാത്രയുടെ ഒരു അവസാന രൂപത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ കാതലായ ഉപദേശങ്ങൾ നമ്മോട് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഉള്ളിലെ ആ മൃഗീയമായ സ്വാർത്ഥത ഉപേക്ഷിക്കണം. തിടുക്കത്തിലുള്ള അത്യാഗ്രഹം മാറ്റിവെക്കണം. എന്നിട്ട് ഭക്തിയുടെയും സഹകരണത്തിന്റെയും ശുദ്ധമായ പ്രകാശത്തിൽ നമ്മുടെ അഹങ്കാരത്തെ മുഴുവനായും കഴുകിക്കളയണം. വിനയത്തെ വെഞ്ചോട് ചേർക്കാനും ഉള്ളിലെ ജ്ഞാനത്തിന്റെ വെളിച്ചം സ്വീകരിക്കാനും നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്: നിങ്ങൾ ആ അഹങ്കാരത്തിന്റെ ഒറ്റപ്പെട്ട ഇരുട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുമോ, അതോ അതിൽ നിന്നൊക്കെ മാറി അനന്തമായ ജ്ഞാനത്തിന്റെ പ്രകാശത്തിലേക്ക് ചുവടുവെക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.